ഞാനിന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് എൻ്റെ റിലേഷൻ, അതായത് വോൾട്ടേജ്, കറണ്ട്, പവർ, ഇങ്ങനെ 3 ഫാക്ടറാണ് മെയിനായിട്ടുള്ളത്. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ചാണ് ഒരു ധാരണ എല്ലാവർക്കും വരുന്നത്. കാരണം വോൾട്ടേജ് ആണ് ഇത് പറയുന്നത്. അതിന് നമ്മൾ പണ്ട് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് സയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. അതായത് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റം നിങ്ങൾ പഠിക്കാതെ ആരും ഉണ്ടാവില്ല. ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? അതിന് ന്യൂക്ലിയസ് ഉണ്ട്, പുറത്ത് ഇലക്ട്രോൺസ് ചുറ്റുന്നു, പിന്നെ അതിനകത്ത് പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. പിന്നെ ആ ആറ്റങ്ങൾ കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ 2 ആറ്റങ്ങൾ, വ്യത്യസ്ത ആറ്റങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിന് മോളിക്യൂൾ എന്ന് പറയും. ഉദാഹരണത്തിന് വെള്ളത്തിൻ്റെ മോളിക്യൂൾ, അത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേരുമ്പോൾ വാട്ടറിൻ്റെ ഒരു മോളിക്യൂളാണ്. ഈ മോളിക്യൂൾ വളരെയധികം ഒന്നിച്ചു കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു തുള്ളി വെള്ളമാകും, ഒരു തുള്ളിയാകും. അങ്ങനെ പല തുള്ളി ചേരുമ്പോൾ വലിയ ഒരു സമുദ്രമോ അങ്ങനെയൊക്കെ ആകും. അതാണ് അപ്പോൾ ആറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ, ആറ്റം ബോംബെന്നൊക്കെ കിട്ടുന്നുണ്ട്, ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഘടന, അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്, അതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള എലമെൻറ്റ്സ് ഉണ്ടാകും, കണികകളുണ്ടാവും. പിന്നെ ഒരു ചാർജില്ലാത്ത ന്യൂട്രോൺ എന്ന് പറയുന്ന കണികളുണ്ടാകും, ന്യൂട്രോൺ. പിന്നെ ഇത് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനകത്താണ് പോസിറ്റീവ് ചാർജ്, ന്യൂക്ലിയസ്. പിന്നെ ഇതിനെ ചുറ്റി ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇമാജിനറി ഓർബിറ്റാണ്. നമ്മൾ പക്ഷേ പടത്തിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെയാണ് ഇങ്ങനെ റൗണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റും ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്, വളരെ ചെറിയ കണികളാണ്, ഇതിനേക്കാൾ വളരെ ചെറുതാണ്. അത് 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ, ഒരു ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ഇലക്ട്രോണിൽ നിന്നാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് എന്ന ഒരു വിഭാഗം, ഇലക്ട്രോണിൽ നിന്നാണ്. ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൻ്റെയും പോസിറ്റീവ് ചാർജിൻ്റെയും ഒരു കളിയാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയിലും ഇലക്ട്രോണിക്സിലും ഒക്കെ വരുന്നത്, അല്ല കെമിക്കൽ ഇതിലും ഒക്കെ വരുന്നത്. അപ്പോൾ ആറ്റം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരു ഇതിൻ്റെ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വെറുതെ നിൽക്കല്ലേ. ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണൊക്കെ കണ്ടിട്ട് ഇതിങ്ങനെ ചുറ്റിനും കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ സൂര്യനും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളൊക്കെ ചുറ്റുന്ന പോലെ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ഔട്ടർ ഷെല്ലിലുള്ള ഈ നെഗറ്റീവ് ഇലക്ട്രോണിനെ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് ഓടിക്കാം. അപ്പോൾ അതാണ് ആക്ച്വലി നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണെന്ന് മനസ്സിലാവും. ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് പവർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് എന്നുള്ളത് ഞാൻ പറയാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് വേണ്ടത്, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് തുടങ്ങി അവിടെ തന്നെ ഒന്ന് അവസാനിക്കണം. അപ്പോൾ അതിന് ഇതൊരു വയറാണെന്ന് വിചാരിക്കുക, മെറ്റലിൻ്റെ കോപ്പറിൻ്റെ വയർ. ഈ വയർ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലുതാക്കി, ഇത്രയും വലുതാക്കി കാണിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് ഒരു ബൾബ് വഴി വന്നിട്ട്
ഇവിടെ തന്നെ കൊടുക്കാം. 2 സെല്ല് വെച്ചിട്ടുണ്ട്. സെല്ലറിയാമല്ലോ നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു ഇത് വരുമ്പോൾ സെല്ലെന്ന് പറയാം, 2 ഒന്നിൽ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ ബാറ്ററി. അപ്പോൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡാണ് ഇവിടെ, പോസിറ്റീവ് സൈഡാണ് ഇവിടെ. മനസ്സിലായല്ലോ? ബാറ്ററി കൊടുത്ത് ബൾബൂടെ കത്തും. ബൾബ് കത്തുന്ന കാണിക്കാൻ ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ഈ വയറിൻ്റെ വലുതാക്കി വളരെയധികം മടങ്ങ് വലുതാക്കി കാണിച്ചിരിക്കുന്ന ഒരു പോർഷനാണ് ഇത്. ഇതിനകത്തും ആറ്റംസ് ഉണ്ട്. ആറ്റംസ് വെച്ചിരിക്കുന്ന വളരെ അടുക്കി, മെറ്റൽസിൽ ആറ്റംസ് ഇരിക്കുന്ന വളരെ അടുക്കി, നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അടുക്കി ചെയ്യും. അങ്ങനെയുള്ള മെറ്റൽസ് ഉണ്ട്. നോൺ മെറ്റൽസിൽ ഇങ്ങനെ അടുക്കുണ്ടാവില്ല. എല്ലാം ഈ അല്ലാണ്ടൊരു ഓർഡർ ഇല്ലാണ്ട് അവിടെ ഇവിടെ ഉള്ള രീതിയിലായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ മെറ്റലിൻ്റെ അകത്തുള്ള ഈ ആറ്റത്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കണ്ടുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല ആറ്റത്തിന്. അതിന് നല്ല ശക്തിയേറിയ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ആറ്റത്തിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ പ്രസൻസ് നമ്മൾക്ക് മനസ്സിലാക്കാം. പ്രസൻസ് മനസ്സിലാക്കാൻ ഒരൊറ്റ മാർഗമുള്ളൂ. ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു വയറിൽ പോയി തൊട്ടില്ല, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ പ്രസൻസ് കണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രസൻസ് മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ 2 ബാറ്ററിയും കൂടി ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കും. അപ്പോൾ അവിടെ സ്പാർക്ക് വരും. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ പറയുന്ന ഇലക്ട്രോൺസിൻ്റെയും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെയൊക്കെ ആ പ്രസൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്കത് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കത് അനുഭവിക്കാം. അപ്പോൾ അതാണ് ഞാനീ പറയുന്നത്. എനിക്ക് ഇവിടെ ആവശ്യം ഈ വോൾട്ടേജും കറണ്ടും എന്താണ്. വോൾട്ടേജും കറണ്ട് 2 ആണോ 1 ആണോ എന്നുള്ളതാണ്. അത് ആളുകൾക്ക് 2 ആണോ 1 ആണോ അല്ലെങ്കിൽ 2ൻ്റെയും തുല്യ ശക്തിയാണോ, കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് തന്നെയാണോ എന്നൊക്കെ പറയും ചിലവർ. പക്ഷെ ഇതിൻ്റെ എന്താണെന്നുള്ളതാകെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇടം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ധാരണയിൽ കുറേ ഐഡിയാസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ ഇത് എന്നല്ല. സയൻസ് ലോകം മൊത്തം അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. അതനുസരിച്ചിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാവുന്നത് മാത്രമല്ല, ഇത് എൻ്റെ ഇതല്ല, ഇത് ലോകത്തെല്ലാവരും യൂണിവേഴ്സലായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഇപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പോസിറ്റീവും ഈ സൈഡ് നെഗറ്റീവും കൊടുത്തു. പോസിറ്റീവ് കൊടുത്ത് ബൾബിൽ കൂടെ വന്നത് ഇവിടെ നിൽക്കുന്നുണ്ട്. പോസിറ്റീവ് ഉണ്ടോ, ചാർജാണല്ലോ. ഇത് ഞാൻ പാസ് ചെയ്ത് പോയി. എങ്ങനെ പാസ് ചെയ്ത് വിടാൻ വരെ അതാണ് പറയുന്നത്. പോസിറ്റീവ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ്, ഈ പോസിറ്റീവ് ചാർജ് അതിനിങ്ങനെ വലിച്ചെടുക്കുക, ആകർഷിക്കും. ഇലക്ട്രോൺസിനെ ഈ ലെയറിൽ നിന്ന് ഇങ്ങോട്ട് ആകർഷിച്ചാൽ ഇലക്ട്രോൺസിനെയൊക്കെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 പ്രോട്ടോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ആവും. ആ ആറ്റം പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ ഈ കാണുന്ന പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ അങ്ങോട്ട് ആകർഷിക്കും, വലിക്കും. ഇവിടെ നിന്നല്ല, ഇവിടെ മുതലാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ വലിക്കുമ്പോൾ ഈ ലെയർ ഇലക്ട്രോൺസ് ഇല്ലാത്ത അവസ്ഥയിലാവുകയും അങ്ങനെ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് തിരിച്ചങ്ങോട്ട് പോയ പോസിറ്റീവ് ചാർജ്, ഈ പോസിറ്റീവ് ചാർജിന് അങ്ങോട്ട് പോയ ഇലക്ട്രോൺസിനെ തിരിച്ചു വലിക്കാനുള്ള കഴിവില്ല. കാരണം പവർ കൂടുതലാണ്. അതുകൊണ്ട് ഇവനെന്ത് ചെയ്യും? അടുത്ത് അനങ്ങാണ്ടിരിക്കുന്ന ഈ ലെയറിലുള്ള ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയി, ഇവിടെ ന്യൂട്രലായി. അപ്പോൾ ഈ ലെയർ എന്ത് ചെയ്യും? അതിൻ്റെ തൊട്ടടുത്തുള്ള ലെയറിലെ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് വലിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ഇലക്ട്രോൺസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആകും. അങ്ങനെ ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്കാണ്
ഇലക്ട്രോൺ ഫ്ലോ. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്കാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ, ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന് ഒഴുകണം, പക്ഷെ വെറുതെ ഒഴുകില്ല. അതിന് നമ്മളൊരു പവർ, ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുക്കും. പൊട്ടൻഷ്യൽ അതായത് ഈ സെല്ല് കൊണ്ട് വെച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ പോയത്. അപ്പോൾ ഈ കുഴപ്പമില്ല കിട്ടിയത്. ഈ സെല്ലില്ലെങ്കിൽ ഒന്നും പറ്റില്ല, അവൻ അനങ്ങാതെ അവിടെ ഇരിക്കും. അപ്പോൾ ഈ അവിടെ നിന്ന് കൊടുത്ത നമ്മൾ കൊടുത്ത എനർജി എന്താണ്? അതൊരു EMF എന്ന് പറയും, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതുപോലെ ബേസിക് ആയിട്ട് എല്ലാ ഇലക്ട്രിക്കൽ AC ഇതെല്ലാം പഠിക്കുന്ന എല്ലാ ഡിപ്ലോമ IT എല്ലാം. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് EMF, അത് ഈ കാണുന്ന EMF എന്ന് പറയും. ഈ EMF എന്ന് പറയുന്ന മറ്റൊരു പേരാണ് വോൾട്ടേജ്. വോൾട്ടേജ് മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് വോൾട്ടേജ്? ഈ ഇലക്ട്രോണിനെ തള്ളി നീക്കാൻ ആവശ്യമായ ഫോഴ്സ് കൊടുക്കേണ്ട ആ സംഭവം, ആ ഡിവൈസ്, ഈ വോൾട്ടേജ് ഡിവൈസാണ് ഈ കാണുന്ന സെൽ. അപ്പോൾ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഇലക്ട്രോൺസ് ഇങ്ങനെ ഒറ്റയായിട്ട് ഇങ്ങനെ വളരെ സ്പീഡിലാണ്. ഞാൻ പറയുന്ന സ്പീഡിലല്ല, ഭയങ്കര സ്പീഡിൽ. ഒരു കണ്ണടച്ച് ഉറങ്ങുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയെ 8 തവണ ചുറ്റാനുള്ള അത്രയ്ക്ക് പവറാണ്. ലൈറ്റ് സ്പീഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് പവറാണ് ഇതിൻ്റെ സഞ്ചാരം. അല്ലാതെ ഇപ്പോൾ നമ്മൾ മൂലമറ്റത്തുനിന്ന് ട്രാൻസ്മിഷൻ ലൈൻ ഓൺ ചെയ്തു, ഇവിടെ സംഗതി അപ്പോൾ തന്നെ പോകുള്ളൂ. മൂലമറ്റത്തുനിന്ന് പതുക്കെ വരട്ടെ, ഇവരോടൊക്കെ പണി കഴിച്ചിട്ട് പവർ ആ സമയം കൊണ്ട് എത്തോളം വിചാരിച്ച് അപ്പോൾ തന്നെ ആളവിടെ താഴെ വീണ് ഫ്ലാഷായി പോകും, കത്തിപ്പോകും. അപ്പോൾ അത്രയ്ക്ക് സ്പീഡുള്ള ഒരു സംഭവമാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ തള്ളി നീക്കാൻ വേണ്ട ഫോഴ്സ് കൊടുക്കണം. അതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനുള്ള സംഭവമാണ് ഈ കാണുന്ന പാക്കേജസ്, ഈ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഇതിൻ്റെ പവർ തീർന്നു കഴിയുമ്പോൾ വീണ്ടും വേറെ എടുത്തിട്ടും വരും. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് കറണ്ട് എന്നും, ആ ഇലക്ട്രോൺസിനെ തള്ളി നീക്കാൻ ആവശ്യമായ ഫോഴ്സ് കൊടുക്കുന്ന അതിന് വോൾട്ടേജ് എന്ന് പറയും. അപ്പോൾ കറണ്ട് എന്താണെന്ന് മനസ്സിലായി, വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ കറണ്ട് നമുക്ക് എത്ര കറണ്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ ഇവിടെ ഒരു അമ്മീറ്റർ അല്ലെങ്കിൽ കറണ്ട് വരും. അമ്മീറ്റർ എന്ന് പറയുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അമ്മീറ്റർ. അതിങ്ങനെ സീരീസ് ആയിട്ട് കൊടുക്കണം. ഈ സർക്യൂട്ടിന് സീരീസ് ആയിട്ട്, അല്ല ലോഡിന് സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ലോഡിന് സീരീസ് ആയിട്ട് കൊടുത്താൽ ഈ ബൾബ് എത്ര കറണ്ട് പോകുന്നുണ്ടെന്ന് വലിക്കുന്നുണ്ടെന്നുള്ളത് ഈ മീറ്റർ മനസ്സിലാവും. അതായത് ഇതുപോലെ പാനൽ മീറ്ററുകൾ വെച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ വോൾട്ട് മീറ്ററാണ്. എന്താ ഇത് വോൾട്ട് മീറ്ററാണ്. അത് B എന്ന് എഴുതിയിട്ടുണ്ടാവും. കറണ്ട് മീറ്റർ ആണെങ്കിൽ A എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ മീറ്റർ എവിടെ വയ്ക്കും? ഈ വോൾട്ടേജ് അറിയാൻ, ഈ ബാറ്ററി വോൾട്ടേജ് അറിയാൻ, അറിയാനായിട്ട് ഈ മീറ്റർ പാരലായിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണെന്ന് കാണിക്കുകയും ചെയ്യും, കറണ്ട് എത്രയാണെന്ന് കാണിക്കുകയും ചെയ്യും. അല്ലാണ്ട് നമുക്കറിയാൻ യാതൊരു മാർഗവുമില്ല. കറണ്ട് കണ്ട് മനസ്സിലാക്കാൻ യാതൊരു മാർഗമില്ല. അപ്പോൾ ഇവിടെ ആംസ് കാണിക്കുന്നത് 1 ആംപിയർ ആണെങ്കിൽ, പിന്നെ ആംപിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റാണ് ആംപിയർ കേട്ടോ. ഞാനിവിടെ എന്തൊക്കെ കണ്ടായിരുന്നത്, എനിക്കത് പറയാനുള്ള ആംപിയർ ഇല്ല, എന്ന് വെച്ചാൽ എൻ്റെ ശക്തിയില്ല. ശക്തിക്കല്ല ആംപിയർ എന്ന് പറയുന്നത്. ഈ കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ എന്ന് പറയുന്നത്. ആംപിയർ കൂടുന്നതനുസരിച്ചിട്ട് ശരിയാണ് പവർ കൂടും. അവിടെ ഇത് മോട്ടറിൽ കൂടുതൽ ആംപിയർ വലിക്കുന്ന മോട്ടർ, കുറച്ച് ആംപിയർ വലിക്കുന്ന മോട്ടർ എന്ന് പറഞ്ഞാൽ മതി. അപ്പം കറണ്ടിൻ്റെ യൂണിറ്റ് അപ്പോൾ 1 ആംപിയറാണ് ഈ ബൾബ് വലിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 12 വോൾട്ടാണ്, 12 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെല്ല് 6, മറ്റേ സെല്ല് 6, അങ്ങനെ 12 വോൾട്ട്. അങ്ങനെ 12 വോൾട്ട് കൊടുക്കുമ്പോൾ 1 ആംപിയർ കറണ്ട് ഇതിലെ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഈ ബൾബ് വച്ചുന്നുണ്ട്. 1
ഒരു സങ്കല്പമാണ് ശരിക്കും. ഈ ബൾബിന് 1 ആമ്പിയർ ഒന്നും വേണ്ട. അങ്ങനെ DC ആണ് കേട്ടോ, ഇപ്പോൾ DCയുടെ കാര്യമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ 12 വോൾട്ട് കൊടുക്കുമ്പോൾ 1 ആമ്പിയർ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലോഡ്, ഇതാണ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്, മോട്ടറിനെ മോട്ടറുണ്ട്, ഇതാണ് ലോഡ്. ഈ ലോഡിൻ്റെ വാട്ടേജ് 12 വാട്ട്സ് ആയിരിക്കും. ആ 12 വാട്ട്സിനാണ് ഇവിടെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? 12 വാട്ട്സ് പവർ ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, പവർ എന്താണെന്ന് മനസ്സിലായി. ഇത് മീറ്ററിൽ മനസ്സിലാക്കണം. അല്ലാണ്ട് അറിയണമെങ്കിൽ ഈ മീറ്ററിൻ്റെ റീഡിങ് നോക്കിയിട്ട് 12 × 1 12 വരും. മനസ്സിലായി? അപ്പോൾ ചെറിയ പവർ 12 വാട്ട്സ് എടുക്കുന്നു. അപ്പോൾ വോൾട്ടേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സിന്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMFനാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ആ കപ്പാസിറ്റിയാണ്, ഇലക്ട്രോൺസിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ കിട്ടുന്ന എത്രയാണ്, അതാണ് ആ സർക്യൂട്ടിൽ ഇതിൻ്റെ പവർ.